ഹായ് ഫ്രണ്ട്സ്, ആംഗുലറിൻ്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റൗട്ട് ഗാർഡ്സിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നിന്ന് എന്താണ് റൗട്ട് ഗാർഡ് എന്ന് പറഞ്ഞ് നോക്കാം. ഇപ്പോൾ ഞങ്ങളൊരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷനൊക്കെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കമ്പോണൻസും ഒരുപാട് മൊഡ്യൂൾസും ഒക്കെ നിങ്ങൾക്ക് വെക്കണം. അപ്പോൾ ഓരോ കമ്പോണൻറ്റും ഓരോ റൗട്ട്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റൗട്ട്സിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്യാൻ മീൻസ് ഒതൻറ്റിക്കേഷൻ കൊടുക്കണം. ഒതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോഗിൻ പേജ് ഉണ്ട്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഒരു ലോഗിൻ പേജിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഉള്ളിലോട്ട് കയറാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാതെ ഒരു ഹോം എന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു റൗട്ട് അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റീഡയറക്റ്റ് ചെയ്തിട്ട് ലോഗിൻ പേജിലോട്ട് തന്നെ വരണം. അതായത് ഹോമിലോട്ട് പോകരുത്. ഹോമിലോട്ട് വന്നാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫെയിലായി, കാരണം ഒതൻറ്റിക്കേഷൻ ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ ആവും. ആർക്ക് വേണമെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ ഒന്നാവും. അപ്പോൾ നമുക്കിങ്ങനെ ഈ ലോഗിൻ പേജിലോട്ടാണ് റീഡയറക്റ്റ് ചെയ്യും വേണം. അതായത് ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ആ യൂസറിനെ കടത്തിവിടാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉപകരിക്കുന്ന ഒരു ഗാർഡാണ് നമ്മൾ ഈ റൗട്ട് ഗാർഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ റൗട്ട്സിനെ കറക്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലോഗിൻ കമ്പൗണ്ടിലാണ് നിൽക്കുന്നതായിരിക്കും, എന്നിട്ട് നമ്മൾ നൈസായിട്ട് ഒരു ഹോം പഠിച്ചിട്ട് ഉള്ളിൽ കയറാൻ വിചാരിക്കുമ്പോൾ ഈ റൗട്ട് ഗാർഡ് എന്ത് ചെയ്യും, അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഹോമിൽ എന്ന് പറഞ്ഞ കമ്പൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇതിന് ആവശ്യമായ ക്രെഡൻഷ്യൽ ഉണ്ടോ നോക്കും. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ റീഡയറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലോഗിൻ കമ്പൗണ്ടിലോട്ട് തന്നെ തിരിച്ചയക്കും. അപ്പോൾ ഒരിക്കലും യൂസർക്ക് ലോഗിൻ ചെയ്യാതെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഗാർഡാണ് നമ്മുടെ റൗട്ട് ഗാർഡ്. ഈ റൗട്ട് ഗാർഡ് എന്ന് പറയുമ്പോൾ 4 ഇൻ്റർഫേസസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ക്യാൻ ആക്റ്റീവ് റൗട്ട് ഗാർഡ്, രണ്ടാമത് പറയുമ്പോൾ ക്യാൻ ആക്റ്റീവ് ചൈൽഡ് റൗട്ട് ഗാർഡ്, മൂന്നാമത് ക്യാൻ ഡീആക്ടിവേറ്റ് റൗട്ട് ഗാർഡും ഉണ്ട്, അടുത്തത് ക്യാൻ ലോഡ് റൗട്ട് ഗാർഡും ഉണ്ട്. നമുക്ക് 4ഉം ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ക്യാൻ ആക്റ്റീവ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്കിനി അതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ കോഡ് എടുത്തു. എനിക്ക് ഇനി ഇവിടെ ഒരു കമാൻഡ് ലൈനിൽ ഒരു കമാൻഡ് അടിക്കണം. ആ കമാൻഡ് എന്ന് പറയുമ്പോൾ ng ഗാർഡ് ഓത്ത് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ng ഗാർഡ് നിങ്ങൾ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റർ അടിച്ചു. കേട്ടോ, ഇപ്പോൾ നമുക്ക് ഏത് ഇൻ്റർഫേസ് ആണ് വേണ്ടത് ചോദിക്കും. ക്യാൻ ആക്റ്റീവ് ചൈൽഡ്, ക്യാൻ ഡീആക്ടിവേറ്റ്, ക്യാൻ ലോഡ്. ഇപ്പോൾ നമ്മൾ ക്യാൻ ആക്റ്റീവ് ആണ് നോക്കുന്നത്. നമ്മൾ ക്യാൻ ആക്റ്റീവിൽ എൻ്റർ അടിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആരോസ് വെച്ചിട്ട് മാറ്റാം. ഞാൻ ക്യാൻ ആക്റ്റീവ് എൻ്റർ അടിച്ചു. കണ്ടോ, അപ്പോൾ നമുക്ക് 2 ഫയൽസ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഫയൽസിലൊന്ന് കയറി പോകാം. നിങ്ങൾ ഇതൊന്നും കണ്ട് കുഴപ്പമില്ല, കാരണം നമുക്ക് ഇതിനെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴും ഒരു ബൂളിയൻ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഞാനിപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം ഇതെല്ലാം ഒരു സ്പെസിഫൈ ചെയ്ത് പറയാണ്, ഓരോ പാരാമീറ്ററും കാര്യങ്ങളൊക്കെ. ഞാൻ ഇതിനൊരു ഫംഗ്ഷൻ ആക്കി. ഇപ്പം നിങ്ങൾ ഇതിനെ ഒന്നും വരി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോന്നും ഡീപ്പായിട്ട് പോകാം. ഇനി എനിക്ക് എൻ്റെ അടുത്തൊരു ഇത് പറയുമ്പോൾ 2 കമ്പോണന്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അതിന് വേണ്ടി ഒരു അഡ്മിൻ കമ്പോണന്റിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ngc അഡ്മിൻ. ഇപ്പോൾ സ്കിപ്പ് ഇമ്പോർട്ട് കൊടുക്കാൻ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് സ്കിപ്പ് ഇമ്പോർട്ട് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു യൂസറിനെയും കമ്പോണന്റിനെയും ക്രിയേറ്റ് ചെയ്തു. ഇപ്പം നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു യൂസർ കമ്പോണന്റ് വന്നു, നമുക്കിവിടെ ഒരു അഡ്മിൻ കമ്പോണന്റ് വന്നു. ഇനി ഞാൻ നമ്മുടെ app.routing.module.ts റൗട്ട് കൊടുക്കണം. അതിന് മുന്നേ എനിക്ക് എന്ത് വേണം, HTML പോയിട്ട് ഒരു ഔട്ട്ലെറ്റ് നമ്മൾ ടാഗ് കൊടുക്കണം. ഓക്കെ, എങ്കിലേ നമുക്ക് റൗട്ടിങ് വർക്ക് ആവത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. റൗട്ടിങ് കൊടുക്കണമെങ്കിൽ നമ്മുടെ റൂട്ട് ഫയലിൽ പോയിട്ട് ആ ഒരു ടാഗ് ഇനീഷ്യലൈസ് ചെയ്യുക. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ഞാൻ നേരെ app.routing.module.ts വന്നു. ഇനി എന്ത് ചെയ്തു, ഞാൻ പാത്ത് കൊടുത്തു. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൽ പാത്ത് എന്ന് പറയുമ്പോൾ യൂസർ, കമ്പോണന്റ് എന്ന് പറയുമ്പോൾ യൂസർ കമ്പോണന്റ്. അതായത് യൂസർ എന്ന് പറഞ്ഞ പാത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് യൂസർ കമ്പോണന്റിലോട്ട് പോകണം. ഇനി അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള പാത്ത് ആണെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് അഡ്മിൻ കമ്പോണന്റിലോട്ട് പോകണം. നമുക്ക് ചെക്ക് ചെയ്യാം, UI ചെക്ക് ചെയ്യാം, വർക്ക് ആവുന്നുണ്ടോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിവിടെ യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, കണ്ടോ, യൂസർ വർക്ക്സ്. അതായത് നമ്മുടെ ഈ HTML ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. യൂസർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ HTML പോയി, അതായത് നമ്മുടെ യൂസർ കമ്പോണന്റ് ലോഡായി.
ഇനി ഞാൻ എന്ത് ചെയ്യും, അഡ്മിൻ എന്ന് പറഞ്ഞ കണ്ടോ, അഡ്മിൻ വർക്ക്സ്, അതായത് അഡ്മിൻ കമ്പോണന്റ് ലോഡായി. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, നമ്മളിപ്പോൾ ഈ ഒരു യൂസറായിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അഡ്മിൻ ആയിട്ടല്ല. അപ്പോൾ ആ യൂസർക്ക് ഒരിക്കലും ഈ അഡ്മിൻ എന്ന് പറഞ്ഞ URL ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അത് കൊടുക്കുമ്പോൾ നമുക്ക് യൂസറിലോട്ട് തന്നെ റീഡയറക്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ, ഇവിടെ അഡ്മിൻ വർക്ക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതൊരിക്കലും പറ്റില്ല. നമുക്കാണ് നമ്മളൊരു സാധാരണ യൂസറായിട്ട് ലോഗിൻ ചെയ്ത് വരിക. കാരണം ഈ അഡ്മിൻ്റെ റൗട്ട്സ് എല്ലാം അഡ്മിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഒരു യൂസർക്ക് ഒരിക്കലും അഡ്മിൻ്റെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ അഡ്മിൻ എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് ചെയ്യണം, റീഡയറക്റ്റ് ചെയ്യണം, യൂസറിലോട്ട് തന്നെ റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതെങ്ങനെ നമുക്ക് റൗട്ട് കാർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഞാനിപ്പോൾ യൂസറിലോട്ട് തന്നെ വന്നു. ഓക്കെ, ഞാൻ നമ്മുടെ ആപ്പ് റൗട്ടിംഗ് മൊഡ്യൂൾ.ts പറഞ്ഞ ഫയൽ എടുത്തു. അതായത് എനിക്ക് ഈ അഡ്മിൻ എന്ന് പറഞ്ഞ URL അടിക്കുമ്പോഴാണ് എനിക്ക് ആക്ച്വലി ചെക്ക് ചെയ്യേണ്ടത്, ഇത് യൂസറിന് വാലിഡ് ആണോ, ഈ യൂസറിന് ആക്സസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കോമ കൊടുക്കാം. ഇവിടെ CAN അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് വരും. ക്യാൻ ആക്റ്റീവ് ചൈൽഡ്, ക്യാൻ ഡീആക്ടിവേറ്റ്, ക്യാൻ ലോഡ്. നമ്മളിപ്പം ക്യാൻ ആക്റ്റീവ് ആണ് നോക്കുന്നത്, അതുകൊണ്ട് ക്യാൻ ആക്റ്റീവ് എൻ്റർ അടിച്ചു. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ഓത് ഗോഡ് കണ്ടോ, ഈ ഓത് ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൗട്ടർ ഗോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത റൗട്ടർ ഗോഡാണ്. ഇവിടെ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ, ഓത് ഗോഡ് .ts എന്നാണ് ഫയൽ. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്തു. ഇപ്പം ഈ ഓത് കോഡ് എപ്പോഴും റിട്ടേൺ ചെയ്യും, ഞാൻ പറഞ്ഞ ഒരു ബൂലിയൻ ആയിരിക്കും. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ക്യാൻ ആക്റ്റീവ് ട്രൂ ആകത്തുള്ളൂ. അങ്ങനെ ക്യാൻ ആക്റ്റീവ് ട്രൂ ആയാൽ നമുക്ക് ഈ അഡ്മിൻ കമ്പോണ്ടിലോട്ട് കയറാൻ പറ്റും. ഇത് ഫാൾസ് ആണെങ്കിൽ ക്യാൻ ആക്ടിവേറ്റ് ഫാൾസ് ആണ്, അതുകൊണ്ട് ഈ റൗട്ട് ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് യൂസറിന് ഇതിലോട്ട് കയറാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ലോജിക്. ഇവിടെ എപ്പോഴും ഒരു ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഓത് കാർഡ്.ts എടുത്തു, ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ യൂസറിലോട്ട് കയറാൻ പറ്റും. നമുക്ക് നോക്കാം. അഡ്മിനിലോട്ട് കയറാൻ പറ്റും. ഞാൻ നേരെ അഡ്മിൻ എടുത്തു, കണ്ടോ അഡ്മിൻ വർക്ക്സ്. ശരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ഫാൾസ് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും യൂസറായിട്ട് ലോഗിൻ ചെയ്ത ആൾക്ക് അഡ്മിനിലോട്ട് കയറാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഓത്ത് റൗട്ട് ഗാർഡ്.ts എന്ന് പറഞ്ഞ ഫയൽ റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് ആണ്. ഓക്കെ, ഈ ക്യാൻ ആക്റ്റീവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് ആണ്. അപ്പോൾ അത് ഫാൾസ് ആയ കാരണം ഒരു യൂസർ ഇപ്പോൾ ഈ അഡ്മിൻ എന്ന് പറഞ്ഞ റൗട്ടിലോട്ട് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക. ഫാൾസ് മീൻസ് ഈ അഡ്മിൻ എന്ന് പറഞ്ഞ റൗട്ട് ആക്ടിവേറ്റ് അല്ല. അപ്പോൾ ഒരിക്കലും നമുക്കത് ആക്സസ് അല്ല, നമുക്ക് തിരിച്ച് നമ്മുടെ പ്രീവിയസ് റൗട്ട് ആകണോ അതിലോട്ട് പോകും. ഇനി ആക്ച്വലി ഇവിടെ നമ്മൾ വെറും ഫാൾസ് ആണ് റിട്ടേൺ ചെയ്ത്, ശരിക്കും ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ബിസിനസ് ലോജിക് എന്ന് പറയും. ബിസിനസ് ലോജിക് വെച്ചിട്ടാണ് നമ്മളോട് ഇതിവിടെ ട്രൂ ഓർ ഫാൾസ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. സാധാരണ നമുക്ക് ലോഗിൻ പേജ് ഉണ്ടെങ്കിൽ, കൺസിഡർ ചെയ്യുക ഒരു ലോഗിൻ പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഒരു API കോൾ ചെയ്യും. ആ API കോളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ടോക്കൺ നമ്മൾ ബാക്ക് എൻഡ് അയച്ചു തരും നമ്മുടെ ക്ലയൻറ്റിന്. ആ ടോക്കണെ നമ്മൾ നേരെ ലോക്കൽ സ്റ്റോറേജിലോട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു ബിസിനസ് ലോജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ ആ ടോക്കൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആ ലോക്കൽ സ്റ്റോറേജിൽ ആ ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഇതിനെ ട്രൂ ആക്കാം. അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോറേജിലോട്ട് ടോക്കൺ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫാൾസ് ആക്കാം. അങ്ങനെയാണ് നമ്മുടെ സാധാരണ ഒരു ലോഗിൻ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ആക്ച്വലി ഒരു ബിസിനസ് ലോജിക് എന്ന് പറയുമ്പോൾ A is equal to 10, അല്ലേ, ഒരു B is equal to 20. നമുക്ക് if this dot A is equal to this dot B ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ ട്രൂ ആക്കാം, അല്ലെങ്കിൽ ഇതിനെ ഫാൾസ് ആക്കാം.
ഞാനിവിടെ ചുമ്മാ ഒരു ലോജിക്ക് എഴുതിയുള്ളൂ, സിമ്പിൾ ഇതാണ്. നോക്കാം, ഇത് എന്തായാലും ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക. നമുക്ക് ഒരിക്കലും അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് റൗട്ടിലോട്ട് കയറാൻ പറ്റില്ല. കണ്ടോ, ഇനി ഞാൻ A = 20 ആക്കുമ്പോൾ ഇത് ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിൻ എന്ന് പറഞ്ഞ റൗട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ, പറ്റി. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ചുമ്മാ ഒരു സാമ്പിളിന് വേണ്ടി കാണിച്ചു തന്നിരിക്കുന്ന 2 റോഡ്സ് വെച്ചിട്ട് ഇവിടെ ചെയ്യേണ്ട ആക്ച്വലി നമുക്ക് ലോഗിൻ ഒരു കമ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ട് ആ ടോക്കണെ നമ്മൾ നേരെ ലോക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൻ്റെ അപ്ലിക്കേഷനിൽ നോക്കിയാൽ കാണാം. ഇവിടെ ലോക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ വാല്യൂ നമ്മൾ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം വെച്ചിട്ട് നമുക്കവിടെ ടോക്കൺ കൊടുത്താൽ നമുക്ക് ടോക്കൺ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കിവിടെ കിട്ടും. ആ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ ട്രൂ ആക്കുക, അല്ലെങ്കിൽ ഇതിനെ ഫാൾസ് ആക്കുക. ഇപ്പം ഞാൻ ചുമ്മാ ഒരു 2 റൗട്ട് വെച്ചിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നതെന്നുള്ളൂ. നമ്മൾ ഇനി ഒരു മീൻ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫുൾ ഫ്ലോ നമ്മൾ ചെക്ക് ചെയ്യും. എല്ലാ റൗട്ടും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് തന്നെ നമ്മൾ ടോക്കൺ ജനറേറ്റ്, ബാക്ക് ടോക്കൺ ജനറേറ്റ് ചെയ്യും. അതിന് നമ്മൾ ലോക്കൽ സ്റ്റോറേജിലോട്ട് എടുത്ത് വെക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ ചുമ്മാ ഒരു ബേസിക് ഒരു ഫ്ലോ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.